ബാറ്റിൽ ഫോർ ഇന്ത്യയിൽ ഇനി മമത ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ല മമത ബംഗാളിൽ നിൽക്കുന്നത്. എന്നാൽ BJPയുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഹകരണം എന്ന വിമർശനം അവർ നേരിടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണി പൂർണ്ണമായി അവരെ തള്ളിക്കളയുന്നുമില്ല. രാഷ്ട്രീയത്തിന്റെ ജൂൺ 4-ന് ശേഷം വരുന്ന ഒരു അന്തരീക്ഷത്തിൽ സ്വാഭാവികമായും അവരും ഈ മുന്നണിയുടെ ഭാഗമായി വരാം എന്ന പ്രതീക്ഷ നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസും CPIM-ഉം ഒരുപോലെ വളരെ ശക്തമായി മമതയെ എതിർക്കുന്നുമുണ്ട് വിഷയങ്ങളുടെ പേരിൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെല്ലുവിളികൾക്ക് നടുവിലാണ് മമത എന്നുള്ളതാണ്. വലിയ വെല്ലുവിളികൾക്ക് നടുവിൽ ആ വെല്ലുവിളി എന്നുള്ളത് ഒന്ന് സംസ്ഥാന ഭരണം നേരിടുന്ന ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ്. അത് കേവലം ഒരു വാചകമോ പ്രതിപക്ഷ ആക്ഷേപമോ മാത്രമല്ല എന്ന പ്രശ്നമുണ്ട്. അതിന്റെ ഘടകങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ക്രമസമാധാന തകർച്ചയാണ്. ഗുണ്ടാ വാഴ്ചയാണ് അതിലെ പ്രശ്നം. ഗുണ്ടാ വാഴ്ച അത് ഈ താരതമ്യം എന്ന് പറയുന്നത് വെറുതെയല്ല. അതായത് CPIM നയിച്ച ഇടതുമുന്നണി ഭരിച്ച കാലത്ത് ആ നിലയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗുണ്ടാ വാഴ്ച ഉണ്ടായിരുന്നില്ല, വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ ക്രമസമാധാന തകർച്ച, അതുപോലെ മറ്റൊന്ന് അഴിമതി, ഏറ്റവും രൂക്ഷമായ അഴിമതിയുടെ ഒരുപാട് ശാരദാ ചിട്ടി കേസ്, തട്ടിപ്പ് കേസ് മുതലുള്ള മന്ത്രിസഭയിലെ അംഗം വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ പേരിൽ അറസ്റ്റിലാകുന്നവർ നമ്മൾ കണ്ടതാണ്. അതെ. അപ്പോൾ അഴിമതി ഒരു മുഖമുദ്രയായി മാറിയ സർക്കാർ, അതുപോലെ സന്ദേശ് ഖാലി അതൊരു ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് ഇപ്പുറത്ത് CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് തൃണമൂൽ സൃഷ്ടികൾ, സന്ദേശ് ഖാലികൾ എന്നുള്ളതാണ്. ഇനി അതിനപ്പുറത്തേക്ക് അവർ രാഷ്ട്രീയമായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം. അതും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം എനിക്ക് തോന്നുന്നു പലതരത്തിൽ വരാം. ചിലയിടങ്ങളിൽ അവർക്ക് മെച്ചവുമാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ BJP ഈ ഭരണവിരുദ്ധ വികാരം ഇന്നത്തെ സാഹചര്യത്തിൽ കുറെ കൂടി BJPക്ക് സഹായകരമാകും അവിടെ എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ചേരുന്ന ഈ മുന്നണി ശക്തമായതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിന് തൃണമൂലിനെതിരായ വോട്ടുകൾ ഈ മുന്നണി കൊണ്ടുപോകുന്നുണ്ട്. അത് BJPക്ക് പോകാതിരിക്കുന്നത് തൃണമൂലിന് ഗുണകരമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിന് ആനുകൂല്യം കോൺഗ്രസ് CPIM കോൺഗ്രസ് എന്ന ധാരണയ്ക്ക് ലഭിക്കുകയും ചെയ്യാം. എന്നാലും ബംഗാളിന്റെ നിലവിലെ അന്തരീക്ഷത്തിൽ ഒരു മേൽക്കൈയുള്ളത് തൃണമൂലിനാണ്, ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ എന്നുള്ളൊരു പൊതു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എങ്ങനെയൊക്കെ പ്രതിഫലിക്കും, ആ മുന്നേറ്റം എന്ന് പറയുന്നത് ഒരു സ്ഥിരതയാർന്നതല്ല, സ്ഥിരതയില്ല.